മെമ്പർമാർ, വനിതാ മെമ്പർമാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ നാടിനു വേണ്ടി, അവരുടെ വാർഡിനു വേണ്ടി പ്രവർത്തിക്കാൻ വന്ന മെമ്പറാണ് അവരെയാണ് ഇങ്ങനെ പ്രലോഭിപ്പിച്ച്, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച, വലയിൽ വീഴ്ത്തിക്കൊണ്ട് ഒരു സാധി സ്ത്രീയെ ഇന്ന് ആളുകളുടെ മുമ്പിൽ അപഹസിച്ച് തലകുനിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങളാക്കിയത്. അവരെയൊന്നും സംരക്ഷിക്കാൻ ലീഗിന് ഏത് പണവും സ്വാധീനവും ഉപയോഗിച്ചാലും ഡിവൈഎഫ്ഐ ആണ് പറയുന്നത്. നെടുമ്പള്ളി സെയ്ദ് ഏത് പത്തായത്തിൽ പോയി ഒളിച്ചാലും സെയ്ദിനെ പൊക്കി ഈ നാടിന്റെ തുറങ്കലിലെടുക്കാൻ ഡിവൈഎഫ്ഐക്ക് ഇനിയും സമര പോരാട്ടങ്ങൾ നയിക്കേണ്ടി വന്നാൽ അതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണമംഗലത്തെ ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാർ ഈ പഞ്ചായത്തിന് മുമ്പിൽ സമരം നടത്തുന്നത്. എന്തെല്ലാമാണെന്ന് ആലോചിച്ചു നോക്കി. ആ കമ്മീഷൻ റിപ്പോർട്ടിന് തുടങ്ങുന്നത് തന്നെ അസ്സലാമു അലൈക്കും ഞാൻ വായിച്ചു. അത് അള്ളാഹു സംരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. എന്നിട്ട് ആ റിപ്പോർട്ടിനകത്ത് അത്തരം കാര്യങ്ങൾ എഴുതിയിട്ട് എന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കളെ ഇവിടെ ഡിവൈഎഫ്ഐക്കെതിരെ കേസ് കൊടുക്കാൻ മാനനഷ്ടം. എന്ത് മാനം? നെടുമ്പള്ളി സെയ്ദിന്റെ ഏത് മാനമാണ് ഞങ്ങൾ സംരക്ഷിക്കേണ്ടത്? സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ, സഹോദരിയെ പോലെ തന്റെ പാർട്ടിയിൽ നിന്നും മെമ്പറായി കടന്നു വന്ന സ്ത്രീയെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് ഏറ്റവും നല്ല മെമ്പറാക്കി മാറ്റുന്നതിന് പകരം ഈ നാടാകെ ചർച്ച ചെയ്യുന്ന വിധത്തിലേക്ക് ഒരു സ്ത്രീയെ വലിച്ചേച്ച് കൊണ്ടുപോയതാണ് മുസ്ലിം യൂത്ത് ലീഗ് നിങ്ങളുടെ മാനമെങ്കിൽ ആ മാനത്തിന്റെ പിന്നാലെ നടക്കലല്ല ഡിവൈഎഫ്ഐക്കാരന്റെ പണി. അങ്ങനെ മാനമുള്ളവരെ വലിച്ചു കൊണ്ടുവന്ന് ജനമധ്യത്തിൽ ചോദ്യം ചെയ്യലാണ് ഡിവൈഎഫ്ഐ ഇന്ന് വരെ നടത്തിയിട്ടുള്ള സമര പരിപാടി. അങ്ങനെയല്ലേ നിങ്ങൾ പോകുന്നത്? മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ മുന്നിലുണ്ടാകും. അവർ പറയണം ഇത്തരത്തിലല്ല. എങ്ങനെയാണ് ഇവരുടെ കൂടെ വിടുക? നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. ഈ നാടിനകത്ത് ഇവരെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാ നമ്മൾ കൂടെ വിടുക? ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു CCTV അടിയന്തിരമായി വെക്കണം. CCTV അവിടെ മാത്രമല്ല, ഇവര് പോകുന്ന എല്ലാ സ്ഥലത്തും വെക്കേണ്ട ഗതികേടിലേക്കല്ലേ പോകുന്നത്. ഇയാൾ എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നത്? അദ്ദേഹത്തെ ആ മെമ്പർ സ്ഥാനത്തിന്റെ മുമ്പ് മുസ്ലിം ലീഗ് പറയേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു പോകാനാ. ചെയ്തോ നിങ്ങൾ? ഇങ്ങനെ സംരക്ഷിച്ച് നിങ്ങൾ എന്നിട്ട് ഇസ്ലാമിന്റെ പേരും പറയുമ്പോ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുക. ഇന്നാണ് നമ്മളൊരു വാർത്ത കേട്ടത്. BJP-ക്കാരൻ ഒരു സമരത്തിന് BJP-യുടെ വനിതാ മെമ്പറെ കൂടെ കൂട്ടിയതാണ്. എന്നിട്ട് ജ്യൂസിന് മയക്കുമലർന്ന് കൊടുത്ത് ആ സ്ത്രീയെ നശിപ്പിച്ചിരിക്കുന്നു. എന്താ BJP-യും ലീഗും തമ്മിലായി നോക്കുമ്പോ വ്യത്യാസം? രണ്ടും ഒന്നായി മാറുകയാണ്. ആലോചിച്ച് നോക്കിയേ. വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. BJP-യുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ വന്ന സ്ത്രീയെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി അവർക്ക് ജ്യൂസിന് മയക്കുമരുന്ന് കലർത്തിയിട്ട് അവരെ നശിപ്പിച്ചതിന്റെ പേരില് BJP-യുടെ വലിയ ഒരു നേതാവിനെയാണ് അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്ത്യക്കകത്ത് നീ കേൾക്കുന്നത്. അത് BJP ആണെങ്കിൽ ഇവിടെ ഇത് മുസ്ലിം ലീഗിന്റെ നേതാവാണ്. കൂടെ നിൽക്കുന്ന വനിതാ മെമ്പറെ ഇത്തരത്തില് പീഡനത്തിന് വിധേയമാക്കിക്കൊണ്ട് ആ സ്ത്രീയുടെ ജീവിതം പോലും ഇങ്ങനെ കണ്ണമംഗലം പഞ്ചായത്തിനകത്ത് ഒരു സ്ത്രീയുടെ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ ഞങ്ങളൊക്കെ പറയുമ്പോ ഞങ്ങൾക്ക് വേദനയുണ്ട്. പ്രത്യേകിച്ചൊരു സ്ത്രീയാണെന്ന നിലയിൽ ഒരു നാടാകെ ഒരു സ്ത്രീയെ കുറിച്ച്